നമസ്കാരം. കേരള വിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കേരളത്തിൻ്റെ വ്യവസായ സംരംഭങ്ങളിൽ തൻ്റെ സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായി മാറിയ ശ്രീ NK മുഹമ്മദ്, അദ്ദേഹമാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ടൂറിസം, നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വളരെ ഒരുപാട് നമ്മുടെ ലോകത്തെത്തിക്കുവാൻ, ലോകത്ത് രാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുവാനും ടൂറിസത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി അതിലേക്ക് കടന്നു വന്നു നിൽക്കുക. അതിനു മുമ്പ് ഒരു വ്യവസായ പ്രമുഖനായിരുന്നു താങ്കൾ. പക്ഷേ ടൂറിസത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടായിരുന്നു? ടൂറിസം സാധ്യത വളരെ കൂടുതലാണ് കേരളത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു പേരിൽ ലോകം അറിയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. NK മുഹമ്മദ് എന്ന ആ ഒരു വ്യക്തി ഒരു വ്യവസായ പ്രമുഖനായി മാറാനുണ്ടായ കാരണം എന്തായിരുന്നു? കാരണം വളരെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ജനിച്ചത് കൊടുങ്ങല്ലൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ജനിച്ചു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. കണ്ണൂർ വന്ന് ജോയിൻ ചെയ്തു ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ണൂർ വരാനുണ്ടായ കാരണം കണ്ണൂർ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു. കണ്ണൂർക്ക് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ കണ്ണൂർ വന്നപ്പോൾ ഈ മലബാർ കൾച്ചർ ഉണ്ടല്ലോ, ഹോസ്പിറ്റാലിറ്റി, അത് അവിടെ ഒന്നും കാണില്ല. അത് സൗത്തിൽ ഭാഗത്തില്ലാത്തൊരു ഹോസ്പിറ്റാലിറ്റി കണ്ണൂർ 1971 ആ കാലഘട്ടത്തിൽ. അത് ഈ മലബാറുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. മലബാറുകാർക്കുള്ള സ്പെഷ്യാലിറ്റി, അവരുടെ ഹോസ്പിറ്റാലിറ്റി അവരുടെ മനസ്സിലുണ്ട്. വളരെ പഠിക്കാനായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ഹോസ്പിറ്റാലിറ്റി കൂടുതൽ മനസ്സിലാക്കി. അപ്പം മനസ്സിലായി ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ ഇന്നത്തെ മാതിരി വലിയ കോമ്പൗണ്ട് വാളൊന്നും ആരും കെട്ടില്ല. ഇപ്പോൾ കണ്ണൂർ സൈഡിലും പ്രത്യേകിച്ച് നമുക്ക് അടുത്ത പറമ്പിൽ വീട് നിന്ന് മറ്റേ അടുത്ത വീട്ടിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് മതിലിൻ്റെ കെട്ടുകളാണ്, ചെറിയ കുത്തുകല്ല് വെച്ച് കെട്ടിയിട്ടുള്ള. അടുത്ത വീട്ടുകാർക്ക് വളരെ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്നാണെങ്കിൽ എല്ലാ വീടുകളും കോമ്പൗണ്ട് വാളും മതിലുകൾ ചേർത്തത്. ഇന്ന് മതിലുകളൊന്നുമില്ല. അന്ന് ആ ഹോസ്പിറ്റാലിറ്റി നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇളനീര് വെട്ടിത്തരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണത്. അത് പോയി. ആ കാലഘട്ടം ഇന്ന് കണ്ണൂരിൻ്റെ നഷ്ടപ്പെട്ടു. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവസാനമായി നഷ്ടപ്പെട്ടത് മലബാർ ഭാഗത്താണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു മതില് രണ്ട് വരിക്കല്ലായിരിക്കും. ആ കല്ല് എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ഇപ്പൊ നമ്മൾ എങ്ങനെ കഴിയുന്നു അതുപോലെയാണ് അന്നുള്ള കാലം അങ്ങനെയായിരുന്നു. ഇന്ന് പ്രൊട്ടക്ഷൻ ആൾക്കാർക്ക് വേണ്ട, അതുകൊണ്ട് വലിയ കോമ്പൗണ്ട് വാളും ഒക്കെയാണ്, കാണാൻ പറ്റില്ല. പ്രൈവസി ഇല്ല. തൊട്ടടുത്തുള്ള അയൽവാസികളെ തിരിച്ചറിയാത്ത ഒരു ലോകം, ആ ലോകത്താണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റാലിറ്റി നമുക്ക് ടൂറിസത്തിലേക്ക്, ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതല്ല, അതൊരു ആൾക്കാർ കൾച്ചർ പറഞ്ഞാണ് ഇത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് കണ്ണൂർ ജില്ലനെ ബാക്ക്വേർഡ് ജില്ലയായിട്ട് ഡിക്ലെയർ ചെയ്തു. ബാക്ക്വേർഡ് ജില്ലയായിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഒരു 10-40 എഞ്ചിനീയേഴ്സിനെ കണ്ണൂരിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കീം കൊണ്ടുവരാൻ പറഞ്ഞു. ആ സ്കീമിൽ 40 എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ്, നോർത്ത് വയനാട്, കാസർഗോഡ് ജില്ല രൂപം. അത് ഞങ്ങളൊരു വലിയൊരു മാപ്പ് ഉണ്ടാക്കി വളരെ ഒരു 3 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് അതിനെ കണ്ണൂരിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഇന്നും കളക്ടറേറ്റിൽ അത് ഇരിക്കുകയാണ്. ആരും അത് തൊട്ട് നോക്കിയിട്ടില്ല. ഇന്ദിരാഗാന്ധി മരിച്ചുപോയി, പിന്നീട് അത് അവിടെ രാജീവ് ഗാന്ധി വന്നു, പോയി, പിന്നെ അത് ഇതുവരെ കിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ അവരുടെ ഫണ്ടിൽ നിന്ന് കണ്ണൂരിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അന്ന് ഇന്ദിരാഗാന്ധി ഭാവന ചെയ്തതാണ്. കേരളത്തിൽ ഒരു സ്റ്റേറ്റ്, ഒരു ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെവലപ്മെന്റ് അന്ന് വന്നിരുന്നെങ്കിൽ കണ്ണൂരിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് റോഡിന്റെ അപര്യാപ്തത, പിന്നെ മികച്ച കണ്ണൂർ നല്ലൊരു ബാക്ക്വേർഡിൽ നിന്ന് ഒരു പ്രൊമോഷനിലേക്ക് വന്നാണ്. പക്ഷെ അത് ഇന്ന് ആരും നമ്മുടെ പിന്നീട് വന്ന സർക്കാർ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു 40 പേര് അടങ്ങുന്ന ഒരു എഞ്ചിനീയറിന്റെ ഒരു കമ്മിറ്റി ഇങ്ങനെ ഒരു ഇത് സമർപ്പിച്ചു. അത് നടക്കാതെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സർക്കാർ സർവീസിലായിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ വേണ്ട സർക്കാർ ജോലി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അന്നത്തെ KSDC ചെയർമാനായിരുന്ന ആളുണ്ട്, മിസ്റ്റർ പത്മകുമാർ സാർ, അന്ന് ചീഫ് സെക്രട്ടറി അദ്ദേഹം.
അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ സർക്കാർ സർവീസും വേണ്ട, ഐ വാണ്ട് ടു സ്റ്റാർട്ട് എൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻഡസ്ട്രി ഒന്നും, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയിരിക്കും കൂടുതൽ നല്ലത്, മറ്റുള്ള ഇൻഡസ്ട്രിക്ക് പോകാതിരിക്കാൻ നല്ലതെന്നും പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി തന്നു. അതായത് ഹോസ്പിറ്റാലിറ്റി എഡ്യൂക്കേഷൻ, അതാണ് ഫസ്റ്റ്. ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഹോസ്പിറ്റാലിറ്റിയാണ്, എഡ്യൂക്കേഷനാണ്. മാൻ പവറാണ് വേണ്ടത് ആദ്യം. മാൻ പവർ ഇല്ലാതെ ടൂറിസം വളരില്ല. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ജോലി കൊടുക്കണമല്ലോ, ഈ പഠിച്ച് പാസ്സാവുന്ന ആൾക്കാർക്ക്. ആ പ്ലേസ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു അന്ന്. പിന്നെ ഞങ്ങൾ ലോകം അറിയാൻ തുടങ്ങി. കാരണം പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ ഞങ്ങൾ പല രാജ്യത്തേക്കും അയക്കും ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ എഡ്യൂക്കേഷൻ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പലയിടത്തും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ, ഞങ്ങൾക്ക് 85% നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ആദ്യം. അപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് മിക്കവാറും വന്നു ഇവിടെ വന്ന് പഠിച്ചു. കോളേജിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട് തുടങ്ങിയാൽ കോളേജ് സക്സസ് ആവില്ല. പിന്നെ അതങ്ങനെ വളർന്ന് വലുതായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് 5 കൊല്ലത്തെ അവാർഡും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ടുണ്ട്. അവാർഡ് തുടങ്ങിയ കാലം മുതൽ 5 കൊല്ലം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടിയിട്ടുണ്ട്.